ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഭഗവാനെ കണ്ടിട്ടും എനിക്ക് എന്ത് കിട്ടി? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. സത്യസായി ഹിൽവ്യൂ സ്റ്റേഡിയം ജനലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അച്ചടക്കത്തോടെ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് സായി ഭക്തർ. ഭഗവാൻ പ്രഭാഷണം ആരംഭിച്ചു. ആ മധുര മന്ത്രസ്വരം കേൾക്കാൻ മാത്രം ഭക്തന്മാർ കാതുകൂർപ്പിച്ചു. ഭാഷ അവർക്കറിയില്ലെങ്കിലും ആ ശബ്ദത്തിലൂടെ ഒഴുകിയെത്തുന്ന പ്രേമധാര എല്ലാ ഭക്തഹൃദയങ്ങളിലും കുളിർമയേകി. പ്രഭാഷണം നിർത്തി സ്വാമി അരുളി, ഇനി പ്രശസ്ത സംഗീതജ്ഞൻ ശിവകുമാർ ശർമ്മ സന്തൂർ വായിക്കും. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഇടിവെട്ടേറ്റതുപോലെയായി. ശരീരം വിറച്ചു. അപ്രതീക്ഷിതമായ ക്ഷണം. ആദ്യമായിട്ടാണ് ഭഗവാൻ തന്നെ പേരെടുത്ത് വിളിക്കുന്നത്. വികാരാധീനായ ശർമ്മയ്ക്ക് എന്ത് ചെയ്യേണ്ടു എന്നറിയാതായി. ഒരുവിധം എഴുന്നേറ്റ് ഭഗവത് സന്നിധിയിലെത്തി. ഭഗവാൻ പ്രേമപൂർവം അദ്ദേഹത്തിന്റെ തോളിൽ സ്പർശിച്ചു. ആ നിമിഷം വികാരത്തിരമാലകൾ അടങ്ങുന്നതും താൻ സാന്ത്വനിക്കപ്പെടുന്നതും അദ്ദേഹം തിരിച്ചറിഞ്ഞു. പരിപാടി തുടങ്ങി. ഭക്തജനത്തെ സംഗീതത്തിലൂടെ അദ്ദേഹം ദിവ്യമായ തലത്തിലേക്ക് ഉയർത്തി. ഈശ്വര സന്നിധിയിൽ വർഷിക്കപ്പെട്ട ആ സംഗീതധാര സംഗീതജ്ഞനെയും ഭക്തരെയും ഭഗവാനെയും ഒറ്റ ചരടിൽ കോർത്തു. പരിപാടി അവസാനിച്ചു. ഭഗവാന്റെ തൃക്കരം ചലിച്ചു. അവിടുത്തെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട രത്നം പതിച്ച മോതിരം ശിവകുമാറിന്റെ വിരലിൽ ഭഗവാൻ അണിയിച്ചു. ഭഗവാന്റെ ഹൃദയത്തിൽ ഇടം കിട്ടാനായി പണ്ഡിറ്റ്ജി ചെയ്തിട്ടുള്ള സാധനകളും നിസ്സാരമല്ല. കാശ്മീരിലെ ഒരു നാടൻ സംഗീതോപകരണമാണ് സന്തൂർ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇമാദത്ത ശർമ്മ പ്രശസ്ത ഗായകനായിരുന്നു. ഒരിക്കൽ പിതാവ് പുത്രന് ഒരു കൽപ്പന നൽകി. സന്തൂർ ശാസ്ത്രീയ സംഗീത സദസ്സുകളിൽ അംഗീകരിക്കപ്പെടണം. അതിനായി നീ യത്നിക്കുക. പിതാവിന്റെ ആഗ്രഹം കൽപ്പന പോലെ പുത്രൻ സ്വീകരിച്ചു. വളരെ കഷ്ടപ്പെട്ട് കഠിനമായ സാധനകളിലൂടെ സന്തൂറിൽ ചില മാറ്റങ്ങൾ വരുത്തി. പിന്നീട് അതിൽ സത്പരാഗങ്ങളും ഒഴുക്കി ശിവകുമാർ ശർമ്മ വിജയിച്ചു. ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട സംഗീതോപകരണമാണ് സന്തൂർ. ശാസ്ത്രീയ സംഗീതവേളകളിൽ സന്തൂറിന് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തിന് മുഴുവൻ അവകാശി പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തന്നെ. കുടുംബസുഹൃത്ത് ഡോക്ടർ ശുക്ലയാണ് ഭഗവാൻ ബാബയെക്കുറിച്ച് സംഗീതജ്ഞനോട് ആദ്യം പറഞ്ഞത്. ഒരിക്കൽ ഒരു ഭക്തന്റെ ഗൃഹത്തിൽ സന്തൂർ വായിക്കവേ ബാബയുടെ ചില്ലിട്ട ചിത്രത്തിനകത്ത് വിഭൂതി പ്രത്യക്ഷമായി. സംഗീതജ്ഞന് ഉണ്ടായ ആദ്യാനുഭവം. താമസിയാതെ മുംബൈ ധർമ്മക്ഷേത്രത്തിൽ നടന്ന സമ്മേളനത്തിൽ ഭഗവത് സന്നിധിയിൽ അദ്ദേഹം സന്തൂർ വായിച്ചു. അന്ന് ഭഗവാൻ അരുളി, നിന്റെ സംഗീതം എനിക്ക് ഇഷ്ടമാണ്. നാളെ രാവിലെ വരൂ, ഞാൻ സംസാരിക്കാം. അദ്ദേഹം വിഷമത്തോടെ തലയാട്ടി. കാരണം പിറ്റേ ദിവസം റെക്കോർഡിംഗ് ഏറ്റിട്ടുള്ളതാണ്. സ്വാമിയോട് എന്തു പറയും? ഈ ചിന്ത ഉയർന്നതും സ്വാമി അരുളി, സാരമില്ല, നാളെ നിനക്ക് തിരക്കുണ്ടാകും. നാളെ കഴിഞ്ഞു വരൂ, ഭാര്യയെ കൂടി വിളിക്കൂ. അങ്ങനെ ആ ദിവസം ഭഗവാനുമായി അഭിമുഖം ലഭിച്ചു. അപ്പോൾ സ്വാമി അദ്ദേഹത്തിന് ഒരു മോതിരം സൃഷ്ടിച്ചു സമ്മാനിച്ചു. അതിൽ സ്വാമിയുടെ രൂപവും ഉണ്ടായിരുന്നു. വിരലിൽ മോതിരം അണിയിച്ചുകൊണ്ട് ഭഗവാൻ അരുളി, മോതിരം ശരിക്കും പാകത്തിനാണ്. അതെ സ്വാമി, വിനയാന്വിതനായി സംഗീതജ്ഞൻ പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാരെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് മഹാപ്രഭുവിന്റെ അഭയവാണി ഉയർന്നു. ഇന്നു മുതൽ ഇത് നിങ്ങളുടെ വസതി, നിങ്ങളുടെ ഹൃദയം എന്റെ വസതിയും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. അങ്ങനെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനവും സ്വീകരിച്ച് ഇരുവരും മടങ്ങി. ശിവകുമാർ ശർമ്മയുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായി. പലരും മോതിരത്തെക്കുറിച്ച് പരാമർശിച്ചു. ജഗദീശ്വരൻ തന്ന നിധിയാണത് എന്ന് അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു. പക്ഷെ ചോദ്യകർത്താക്കളിൽ ചിലർ ചോദിച്ചു, പണ്ഡിറ്റ്ജി, ഈ മോതിരം കിട്ടിയ ശേഷം അങ്ങയുടെ ജീവിതത്തിൽ കാര്യമായി എന്തു പുരോഗതി ഉണ്ടായി? പ്രതികൂല ചിന്തകൾ പെട്ടെന്ന് മുള പൊട്ടി തഴച്ചു വളരുമല്ലോ. ഒരു ദിവസം ശിവകുമാർ ശർമ്മ തന്റെ ജന്മനഗരമായ ജമ്മുവിൽ വീടിന്റെ മട്ടുപ്പാവിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങവേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ഭഗവാനെ കണ്ടിട്ടും എൻ്റെ ജീവിതത്തിൽ കാര്യമായി എന്തു പുരോഗതി ഉണ്ടായി? ആ ചോദ്യത്തിന് മനസ്സ് ഉത്തരം ഉടൻ പറഞ്ഞു, ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അങ്ങനെ ചിന്തിച്ചു കിടക്കവേ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ പതിവ് പോലെ ഭഗവാനെ വന്ദിക്കാനായി മോതിരത്തിൽ നോക്കി. മോതിരത്തിലുള്ള ഭഗവത് രൂപം അവിടെയില്ല. പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു. എല്ലായിടവും പരതി. എങ്ങുമേ ഭഗവാന്റെ ചിത്രം കാണാനില്ല. മനസ്സ് ഇടിഞ്ഞു. ദുഃഖത്തോടെ മട്ടുപ്പാവിന്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ താഴെ പോക്കുവെയിൽ തട്ടി എന്തോ തിളങ്ങുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭഗവാന്റെ രൂപം. മോതിരത്തിൽ നിന്നും കാണാതായ ചിത്രം. അതെങ്ങനെ അവിടെ വന്നു? ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുക എളുപ്പമല്ലല്ലോ.
അതെങ്ങനെ എടുക്കും? ഭിത്തികൾക്കിടയിൽ ഇടുങ്ങിയ സ്ഥലത്ത് അത് കിടക്കുകയാണ്. ഒടുവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം ഒരാശയം തോന്നി. അടുത്ത വീട്ടിലെ ഒരു ചെറിയ കുട്ടിയെ കയറിലൂടെ ഇറക്കി ചിത്രമെടുത്തു. അവിവേകമായ ഒരു ചിന്തയ്ക്ക് താൻ വളരെയേറെ വില കൊടുത്തു എന്ന് സംഗീതജ്ഞൻ അറിഞ്ഞു. ഭഗവാന്റെ രൂപം മോതിരത്തിൽ പിടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അത് ഒട്ടിപ്പിടിച്ചില്ല. പലതരം പശകളും മറ്റും ഉപയോഗിച്ചു. ഫലമുണ്ടായില്ല. പിന്നീട് അത് ചെറിയൊരു വെള്ളിടപ്പിയിലാക്കി പോകുന്നിടത്തൊക്കെ അതുമായി സഞ്ചരിച്ചു. ഒരു നാൾ സ്വപ്നത്തിൽ ഭഗവാൻ ബാബ തിരക്കി, നീ എന്തേ മോതിരം ധരിക്കാത്തത്? സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ശിവകുമാർ ശർമ്മ മോതിരത്തിൽ ചിത്രം ഒരിക്കൽ കൂടി ഒട്ടിക്കാൻ ശ്രമിച്ചു. ഉടനടി അത് വേർപെടുത്താനാവാത്ത വിധം ഒട്ടിച്ചേരുകയും ചെയ്തു. താമസിയാതെ മുംബൈ ധർമ്മക്ഷേത്രത്തിൽ ഭഗവത് സന്നിധിയിൽ സന്തൂർ വായിക്കാൻ അദ്ദേഹത്തിന് ക്ഷണം കിട്ടി. ദർശനത്തിനിടയിൽ ഭഗവാൻ കുശല പ്രശ്നം നടത്തി. സംഗീതജ്ഞൻ പറഞ്ഞു, സ്വാമി, എന്റെ മോതിരം. പറഞ്ഞു തീർക്കും മുമ്പ് സ്വാമി പുഞ്ചിരിയോടെ അരുളി, അതെ, നീ സ്വാമിയെ വിശ്വസിക്കുന്നു. പക്ഷേ ആ രാത്രി നിന്നിൽ സംശയം ഉദിച്ചു. അതോടെ സ്വാമി മോതിരത്തിൽ നിന്നും മറഞ്ഞു. പിന്നെ സ്വപ്നത്തിലെത്തി മോതിരം ധരിക്കാൻ ഉപദേശിച്ചു. അന്നു മുതൽ മോതിരം ശരിയായി. ശരിയല്ലേ? തൃപ്പാദത്തിൽ സ്പർശിച്ച് ആനന്ദാശ്രുക്കളോടെ ഭഗവാനെ ആരാധനാപൂർവം സംഗീതജ്ഞൻ നോക്കി. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. ഇത്തരം നിരവധി അനുഭൂതികളിലൂടെ, ഉപദേശങ്ങളിലൂടെ ഭഗവാൻ സംഗീതജ്ഞനെ എല്ലാ തരത്തിലും ഉയർത്തി. ഒടുവിൽ പരമമായ സത്യം പണ്ഡിറ്റ്ജി തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ തൃച്ചേവടികളിൽ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അവിടുത്തെ കരങ്ങളിൽ ഒരു ഉപകരണം മാത്രം. അവിടുന്ന് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എന്റെ സംഗീതം സ്വാമിയോടുള്ള എന്റെ പ്രാർത്ഥനയാണ്. എനിക്ക് വേണ്ടതെല്ലാം അവിടുന്ന് സമ്മാനിക്കുന്നു, ഞാൻ ചോദിക്കാതെ തന്നെ. ഓം തത് സത്ത്.